Dear students, today we are going to discuss about advertising media. In simple words, an advertisement media is the carrier or vehicle of advertising message. It is the means or ways or channels to convey the advertisement message to the public. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? ആ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കണം. ആ അഡ്വർടൈസിങ് മെസ്സേജ് ജനറൽ പബ്ലിക്കിലേക്ക് എത്തിക്കുന്നതിന് ഏത് മീഡിയമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ആ മീഡിയത്തെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? അഡ്വർടൈസ്മെൻറ്റ് മീഡിയ എന്ന് പറയുന്നത്. Advertisement media may be broadly classified into two: indoor media and outdoor media. Indoor media എന്നും outdoor media എന്നും രണ്ടായിട്ടാണ് അഡ്വർടൈസ്മെൻറ്റ് മീഡിയയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് അഡ്വർടൈസ്മെൻറ്റ് മീഡിയ? നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെയാണ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിലേക്ക് എത്തിക്കുന്നത്, ആ ഒരു മീൻസിനെ, ആ ഒരു വേസിനെയാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് മീഡിയ എന്ന് പറയുന്നത്. രണ്ടെണ്ണമുണ്ട് അഡ്വർടൈസ്മെൻറ്റ് മീഡിയ: ഇൻഡോർ മീഡിയ ആൻഡ് ഔട്ട്ഡോർ മീഡിയ. ഇൻ ദ കേസ് ഓഫ് ഇൻഡോർ മീഡിയ, ദ സെയിൽസ് മെസ്സേജ് ഈസ് conveyed right into the home of the consumers. കൺസ്യൂമേഴ്സിൻ്റെ വീടിനുള്ളിലേക്ക് തന്നെ നമ്മൾ ആ മെസ്സേജ് എത്തിക്കുന്നു. കൺസ്യൂമേഴ്സ് എവിടെയാണോ ഇരിക്കുന്നത് അവരുടെ അടുത്തേക്ക് നമ്മൾ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജ് എത്തിക്കുമ്പോൾ, സെയിൽസ് മെസ്സേജ് കൺവേ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡോർ മീഡിയ എന്ന് പറയുന്നത്. ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, റേഡിയോ ആൻഡ് ടെലിവിഷൻസ് കം അണ്ടർ ദിസ് കാറ്റഗറി. ഇപ്പം നമുക്കറിയാം ന്യൂസ് പേപ്പറൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കുകയാണ് അല്ലേ? അപ്പോൾ ആ അഡ്വർടൈസ്മെൻറ്റ് ന്യൂസ് പേപ്പറിലൂടെ ആളുകളുടെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. അതേപോലെ റേഡിയോ, ടെലിവിഷൻ, അതൊക്കെ വീടിൻ്റെ ഉള്ളിലേക്ക് കൺസ്യൂമേഴ്സ് ഇരിക്കുന്ന അടുത്തേക്ക് എത്തുന്നു. Then in the case of outdoor media, the message is seen by the consumer outside his home. വീടിന് പുറത്തു പോകുമ്പോൾ കാണുന്ന അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഔട്ട്ഡോർ മീഡിയ എന്ന് പറയുന്നത്. എക്സാമ്പിൾ: പോസ്റ്റേഴ്സ്, ഇലക്ട്രിക് സൈൻസ്, എക്സെട്ര. അതായത് ഈ പോസ്റ്റേഴ്സ്, ഈ വഴി സൈഡിലൊക്കെ പോസ്റ്റർ ഉണ്ടായിരിക്കും. ദെൻ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു KSRTC ബസ്സിലൊക്കെ ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജുകൾ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിവേ നമ്മൾ വീടിന് പുറത്ത് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന മെസ്സേജ് ആണെങ്കിൽ അതിനാണ് ഔട്ട്ഡോർ മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്വർടൈസിങ് മീഡിയ എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് കൺവേ ചെയ്യുന്ന ഒരു മാർഗത്തെയാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് മീഡിയ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുണ്ട്: ഇൻഡോർ മീഡിയ ആൻഡ് ഔട്ട്ഡോർ മീഡിയ. ദെൻ ഫാക്ടേഴ്സ് ഗവേണിംഗ് ദ സെലക്ഷൻ ഓഫ് അഡ്വർടൈസിങ് മീഡിയ. ഒരു ഓർഗനൈസേഷൻ ഏത് അഡ്വർടൈസ്മെൻറ്റ് മീഡിയ സെലക്ട് ചെയ്യണം, അത് ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആണോ? ഇൻഡോർ ആണെങ്കിൽ അത് ന്യൂസ് പേപ്പർ ആണോ, റേഡിയോ ആണോ, ടെലിവിഷൻ ആണോ സെലക്ട് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്ന സർട്ടൈൻ ഫാക്ടേഴ്സ് ഉണ്ട്. വൈൽ സെലക്ടിങ് ദ മീഡിയ, ദ ബിസിനസ് ഓർഗനൈസേഷൻ ഓർ advertiser has to consider certain factors. They are: the first one, nature of product. Mass media like press, broadcast, telecast, outdoor etc. are suitable for product which are needed by all. എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അത് നമുക്ക് ഈ പറയുന്ന പ്രസ് മീഡിയ, ന്യൂസ് പേപ്പറിലൂടെയോ അല്ലെങ്കിൽ ടെലിവിഷനിലൂടെയോ ഒക്കെ എന്ത് ചെയ്യാവുന്നതാണ്? അഡ്വർടൈസ് ചെയ്യാവുന്നതാണ്. ടെലിവിഷൻ ആൻഡ് സ്ക്രീൻ അഡ്വർടൈസ്മെൻറ്റ് ആർ ബെറ്റർ ഫോർ എ പ്രോഡക്റ്റ് നീഡിങ് ഡെമോൺസ്ട്രേഷൻ. ഇങ്ങനെ ഒരു പ്രോഡക്റ്റിൻ്റെ യൂസൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ കാണിക്കുന്ന ഒന്നാണെങ്കിൽ ഈ പറയുന്ന ടെലിവിഷൻ അഡ്വർടൈസ്മെൻറ്റൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്? യൂസ് ചെയ്യാവുന്നതാണ്. ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ഫൈൻഡ് ഫേവർ ഓഫ് പ്രിൻറ്റ് മീഡിയ ദാൻ ബ്രോഡ്കാസ്റ്റ് മീഡിയ. ഇൻഡസ്ട്രിയലിനാണെങ്കിൽ പ്രിൻറ്റ് മീഡിയ ആണ് കൂടുതൽ നല്ലത്. ദെൻ പ്രോഡക്ട്സ്, കാരണം അവർക്ക് ഓർഡർ കൊടുക്കാൻ നമ്പറുകൾ വേണ്ടി വരും, കോൺടാക്റ്റ് അഡ്രസ്സ് വേണ്ടി വരും. അതിലൊക്കെ ഏറ്റവും നല്ലത് ഏതാണ്? പ്രിൻറ്റ് മീഡിയ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിവേ ഇങ്ങനെയുള്ള നാച്ചർ ഓഫ് പ്രോഡക്റ്റ്, ഏത് തരത്തിലുള്ള പ്രോഡക്റ്റാണ്, അത് ഡെയിലി യൂസ് പ്രോഡക്റ്റ് ആണോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ആണോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് നാച്ചർ നോക്കിയിട്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് മീഡിയ ഡിസൈഡ് ചെയ്യണം. ദെൻ സെക്കൻഡ് വൺ, അഡ്വർടൈസിങ് ഒബ്ജക്റ്റീവ്.
If the advertiser wants immediate action, direct or specialty advertisement will be better. അതായത് ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ആളുകൾ അതിനോട് റെസ്പോണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ഡയറക്റ്റ് അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഇഫ് നാഷണൽ കവറേജ് ഈസ് നീഡഡ് ഹി മേ യൂസ് ടെലിവിഷൻ ആൻഡ് നാഷണൽ ന്യൂസ് പേപ്പേഴ്സ്. നമ്മുടെ ഒരു രാജ്യം മുഴുവൻ സ്പ്രെഡ് ചെയ്യേണ്ട ഒരു അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ടെലിവിഷനോ അതൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്, യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അതിൻ്റെ മീഡിയ സെലക്ട് ചെയ്യാൻ. തേർഡ് വൺ, പൊട്ടൻഷ്യൽ മാർക്കറ്റ്. The advertiser has to consider certain factors like number of customers, income pattern, age group, taste, likes and dislike, etc. If the message is to reach the people with a high income group, magazine is best. ദെൻ അതായത് ആ പൊട്ടൻഷ്യൽ മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റ് കൺസ്യൂമേഴ്സ് ആരാണ് എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഈ പറയുന്ന മാർക്കറ്റ് മീഡിയ സെലക്ട് ചെയ്യാൻ. അതായത് കസ്റ്റമേഴ്സിന് നീഡ്സ്, ഇൻകം, ഏജ് ഗ്രൂപ്പ്, ഇൻകം പാറ്റേൺ അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് മീഡിയ സെലക്ട് ചെയ്യാൻ. If local area is to be covered, newspaper and outdoor advertising are much help. ലോക്കൽ ഗ്രൂപ്പിനെ, ലോക്കൽ കസ്റ്റമേഴ്സിനെ അഡ്രസ്സ് ചെയ്യാനാണെങ്കിൽ ന്യൂസ് പേപ്പർ അതേപോലെ ഔട്ട്ഡോർ മീഡിയ ഒക്കെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇഫ് ദ മെസ്സേജ് ഈസ് ടു റീച്ച് ദി ഇലിറ്ററേറ്റ് പീപ്പിൾ, റേഡിയോ, സിനിമ ആൻഡ് ടെലിവിഷൻ ഓൾസോ ബി പ്രിഫേർഡ്. ഇപ്പോൾ വായിക്കാൻ അറിയാത്ത കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് വേണ്ടി റേഡിയോ ടെലിവിഷൻ അങ്ങനെയുള്ള മീഡിയംസ് ഒക്കെ എന്ത് ചെയ്യാവുന്നതാണ്, യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, അവർക്ക് വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അപ്പോൾ എനിവേ പൊട്ടൻഷ്യൽ മാർക്കറ്റ് അതേപോലെ തന്നെ കൺസ്യൂമേഴ്സിനെ കൺസിഡർ ചെയ്തിട്ട് വേണം മാർക്കറ്റ് മീഡിയ ഡിസൈഡ് ചെയ്യാൻ. ദെൻ business unit. Selection of media depends on the size and the nature of business unit. ബിസിനസ് യൂണിറ്റിൻ്റെ സൈസും നാച്ചറും നോക്കിയിട്ട് വേണം നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് മീഡിയ സെലക്ട് ചെയ്യാൻ. ഇറ്റ് മേ ബി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ, മാനുഫാക്ചറിങ് യൂണിറ്റ് എക്സെട്ര. ലാർജ് ഫേം മേക്ക് യൂസ് ഓഫ് റേഡിയോ, ടി വി ഓർ ന്യൂസ് പേപ്പർ. ഈ പറയുന്ന ബിസിനസ് യൂണിറ്റ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ആവാം, മാനുഫാക്ചറിങ് യൂണിറ്റ് ആവാം, അങ്ങനെ എന്തോ ആവാം. അതേപോലെ തന്നെ അതിൻ്റെ സൈസ് ചെറുതാവാം വലുതാവാം. അപ്പോൾ ഒരു ലാർജ് ബിസിനസ് ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ അവരെപ്പോഴും റേഡിയോ, ടി വി, ന്യൂസ് പേപ്പർ അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ബട്ട് സ്മോൾ ഫേം മേക്ക് യൂസ് ഓഫ് സിനിമ, പോസ്റ്റേഴ്സ് എക്സെട്ര. ചെറിയ ആളുകൾ ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർ പോസ്റ്റേഴ്സിനെയും സിനിമയുടെ ഇടയിലുള്ള എന്താ പറയുക അഡ്വർടൈസ്മെൻ്റൊക്കെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദെൻ മെസ്സേജ് ടു ബി സെൻഡ്. നെക്സ്റ്റ് വൺ, മെസ്സേജ് ടു ബി സെൻഡ്. ദ അഡ്വർടൈസർ മേ ബി ഇൻട്രസ്റ്റഡ് ഇൻ അപ്പീലിംഗ് ദി കസ്റ്റമേഴ്സ് ബൈ കളർ അഡ്വർടൈസ്മെൻറ്റ്. ഈ ഒരു കളർ അഡ്വർടൈസ്മെൻറ്റ്, കൂടുതൽ കളറൊക്കെ മിക്സ് ചെയ്തുകൊണ്ടുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തുകൊണ്ട് കൂടുതൽ ആളുകളെ എന്ത് ചെയ്യാം, അപ്പീല് ചെയ്യാം. അപ്പോൾ ഒരു എങ്ങനെയുള്ള മെസ്സേജാണ് സെൻഡ് ചെയ്യേണ്ടത്, കളർ മെസ്സേജാണോ അല്ലെങ്കിൽ ഒരു സാധാ ഒരു നോർമലായിട്ടുള്ളൊരു മെസ്സേജാണോ, അത് നോക്കിയിട്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് മീഡിയ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇൻ ദാറ്റ് കേസ് മാഗസിൻ, ഫിലിം, ടെലിവിഷൻ എക്സെട്ര സെർവ് ദി പർപ്പസ്. ഒരു കളർ അഡ്വർടൈസ്മെൻറ്റൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഫിലിം, ടെലിവിഷൻ, മാഗസിൻ അതൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്, സെലക്ട് ചെയ്യാവുന്നതാണ്. ഇഫ് ടൈംലിനെസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ്, ന്യൂസ് പേപ്പർ, റേഡിയോ, പോസ്റ്റേഴ്സ് എക്സെട്ര ആർ മച്ച് ഹെൽപ്പ്. അതായത് വളരെ പെട്ടെന്ന് ഇത് ആളുകളിലേക്ക് എത്തിക്കണം, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആളുകളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ, റേഡിയോ ഒക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാവുന്നതാണ്, അഡ്വർടൈസ് ചെയ്യാവുന്നതാണ്. ഇഫ് ഡെമോൺസ്ട്രേഷൻ ഈസ് നീഡഡ്, ടെലിവിഷൻ ആൻഡ് സ്ക്രീൻ മീഡിയ ആർ ബെസ്റ്റ് സ്യൂട്ടഡ്. ഇനിയിപ്പോൾ ഡെമോൺസ്ട്രേഷൻ വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെലിവിഷനൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്, യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിവേ ഏത് തരത്തിലുള്ള മെസ്സേജാണ് നമ്മൾ സെൻഡ് ചെയ്യാൻ പോകുന്നത് അതനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മീഡിയം സെലക്ട് ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് വൺ, എക്സ്റ്റെൻറ്റ് ഓഫ് കോമ്പറ്റീഷൻ. The selection of advertisement depends upon the media selected by the competitors. Competitors നമ്മുടെ സെയിം പ്രോഡക്റ്റ്, സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമ്പറ്റീറ്റേഴ്സ് ഏത് മീഡിയ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അത് നോക്കിയിട്ട് വേണം നമ്മളും സെലക്ട് ചെയ്യാൻ. The advertiser may follow the same line
or think to develop new media with greater success. ഒന്നില്ലെങ്കിൽ അതേ മീഡിയം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ആ കോമ്പറ്റീറ്റർ യൂസ് ചെയ്തതിനേക്കാൾ ഗ്രേറ്റ് സക്സസ് ആവാൻ സാധ്യതയുള്ള മീഡിയം വേണം എന്ത് ചെയ്യാൻ, സെലക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ, അവൈലബിലിറ്റി ഓഫ് മീഡിയ. The required media may not be available at required time. Then നമുക്ക് നമ്മുടെ എല്ലാത്തിനും ചേരുന്ന ഒരു മീഡിയ എല്ലാ സമയത്തും എന്തായിക്കൊള്ളുന്നില്ല, അവൈലബിൾ ആയിക്കൊള്ളുന്നില്ല. ദിസ് ഈസ് പർട്ടിക്കുലർലി ട്രൂ ഇൻ ദ കേസ് ഓഫ് റേഡിയോ ആൻഡ് ടെലിവിഷൻ. അതായത് ടെലിവിഷനിലൊക്കെ നമ്മൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ വരണം എന്നില്ല. അപ്പോൾ എനിവേ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്ന ആ ഒരു മീഡിയയുടെ അവൈലബിലിറ്റി കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളത് സെലക്ട് ചെയ്യാൻ. ആൻഡ് ലാസ്റ്റ്ലി, കോസ്റ്റ് ഓഫ് advertisement. The media should be selected with reference to cost of the advertisement medium and the funds available. ആ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്, എത്ര ഫണ്ട് അവൈലബിൾ ആണ്, അതുകൂടി നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് സെലക്ട് ചെയ്യാൻ, ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് മീഡിയ സെലക്ട് ചെയ്യാൻ. These are the factors that the advertiser has to be considered while selecting advertising media. Then next one, methods of evaluating the effectiveness of advertisements. ദെൻ നമ്മൾ പറഞ്ഞു, നമ്മളൊരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുത്തു. ആ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ ഇഫക്റ്റീവ്നെസ് എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. എന്താണ് ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the extent to which the advertising program of the company has been successful. എത്ര എക്സ്റ്റെൻഡ്, അതായത് എത്രത്തോളം ആ കമ്പനിയുടെ അഡ്വർടൈസ്മെൻറ്റ് സക്സസ്ഫുൾ ആയി, അത് നോക്കുന്നതിനെയാണ് നമ്മൾ ഇവാലുവേഷൻ ഓഫ് ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. In order to test the advertising, many methods are followed. The following are the important methods adopted to evaluate the effectiveness of advertising. ഈ പറയുന്ന രണ്ട് മെത്തേഡുകളാണ്, പ്രീ ടെസ്റ്റ് ആൻഡ് പോസ്റ്റ് ടെസ്റ്റ്. രണ്ട് രീതിയിലാണ് ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഇഫക്റ്റീവ്നെസ്സിന് എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓൾ ദി മെത്തേഡ്സ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു, പ്രീ ടെസ്റ്റ് ആൻഡ് പോസ്റ്റ് ടെസ്റ്റ്. പ്രീ ടെസ്റ്റ് ആൻഡ് പോസ്റ്റ് ടെസ്റ്റ്. എന്താണ് പ്രീ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, എന്തായിരിക്കും, പ്രീ മുമ്പ് അല്ലേ. ദെൻ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് മാസമായിട്ട്, അതായത് വളരെ എല്ലാവരിലേക്കും കൊടുക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്യുന്നതിന്, അതിൻ്റെ ഇഫക്റ്റീവ്നെസ് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രീ ടെസ്റ്റ് എന്ന് പറയുന്നത്. പ്രീ ടെസ്റ്റ്, ദീസ് ആർ ടെസ്റ്റ് മെയ്ഡ് ബിഫോർ ദ ആഡ് കോപ്പി ഈസ് പബ്ലിഷ്ഡ് ഓർ റിലീസ്ഡ്. നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജ് അടങ്ങുന്ന ആ ഒരു ഇതിനാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കോപ്പി എന്ന് പറയുന്നത്. ആ അഡ്വർടൈസ്മെൻറ്റ് കോപ്പി പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ്, റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നടന്ന ടെസ്റ്റാണ് പ്രീ ടെസ്റ്റ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോപ്പി ടെസ്റ്റിംഗ്. പ്രീ ടെസ്റ്റിംഗ് evaluates consumers' response to the ad copy and the way the message is understood by the കസ്റ്റമേഴ്സ്. എങ്ങനെയാണ് നമ്മുടെ ആഡ് കോപ്പി മീൻസ് അഡ്വർടൈസ്മെൻറ്റ് കോപ്പി, എങ്ങനെയാണ് ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് കോപ്പിയോട് കൺസ്യൂമേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ആ ഒരു മെസ്സേജ് കൺസ്യൂമേഴ്സ് മനസ്സിലാക്കുന്നത് എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രീ ടെസ്റ്റ് എന്ന് പറയുന്നത്. പ്രീ ടെസ്റ്റിന് നമ്മൾ ഉപയോഗിക്കുന്നത് മെയിനായിട്ടും 5 മെത്തേഡുകളാണ്. ഫസ്റ്റ് വൺ, കൺസ്യൂമർ ജൂറി മെത്തേഡ്. In this method, the given advertisement is rated by a group of consumers who represent the potential buyers. They rank the advertisement in order of preference based on individual interest. A small questionnaire may be used in this method. The copy scoring high points will selected. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഡ്വർടൈസ്മെൻറ്റ് റേറ്റ് ചെയ്യുന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് ടോട്ടൽ പൊട്ടൻഷ്യൽ ബയേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ബയേഴ്സ് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് കോപ്പി എന്ത് ചെയ്യുന്നു, റേറ്റ് ചെയ്യുന്നു. ദെൻ അവർ നമ്മുടെ ആ അഡ്വർടൈസ്മെൻറ്റ് കോപ്പി എന്ത് ചെയ്യുന്നു, റാങ്ക് ചെയ്യുന്നു. അവരുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് അനുസരിച്ച് അഡ്വർടൈസ്മെൻറ്റ് കോപ്പി എന്ത് ചെയ്യുന്നു, റാങ്ക് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു സ്മോൾ ക്വസ്റ്റ്നെയർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, ആ ക്വസ്റ്റ്നെയർ വെച്ചുകൊണ്ട് ആ അഡ്വർടൈസ്മെൻറ്റിന് സ്കോറൊക്കെ എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ സ്കോർ ലഭിക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് കോപ്പി ഏതാണോ അതെന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അതായത് കൺസ്യൂമേഴ്സ് അത് ജഡ്ജ് ചെയ്യുന്നു. ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് അതിനെന്ത് ചെയ്യുന്നു, ജഡ്ജ് ചെയ്യും.
Then second one, portfolio test. In this method, a selected group of consumers are given several ad copies simultaneously. Afterwards, they are asked to remember or recall the ads. This would show the effectiveness of an ad message. എന്താ ഇവിടെ പറയുന്നത് വെച്ചാൽ ഇതും ഒരു സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. ആ സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിന് ഒന്നിലധികം ആഡ് കോപ്പീസ് എന്ത് ചെയ്യുന്നു, റീഡ് ചെയ്യാൻ കൊടുക്കുന്നു, വായിക്കാൻ കൊടുക്കുന്നു ഒരേ സമയം. അതിനുശേഷം അത് തിരിച്ചു വാങ്ങിയിട്ട് ദേ ആർ ആസ്ക്ഡ് ടു റിമെമ്പർ ഓർ റീകോൾ ദി ആഡ്സ്. അവർ വായിച്ച ആഡ്സ് റിമെമ്പർ ചെയ്യാൻ പറയുന്നു, അല്ലെങ്കിൽ അത് പറയാൻ പറയുന്നു. ദിസ് വുഡ് ഷോ ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ആൻ ആഡ് ഓർ മെസ്സേജ്. ആ ഒരു മെസ്സേജിൻ്റെ ആഡിൻ്റെ ഇഫക്റ്റീവ്നെസ് അത് വെച്ച് എന്ത് ചെയ്യാൻ സാധിക്കും, ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് കൂടുതൽ ഇഫക്റ്റീവ് ആണെങ്കിൽ ഒരു മെസ്സേജ്, ഒരു അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജ് കാണുമ്പോൾ തന്നെ നമുക്കത് എന്ത് ചെയ്യാൻ സാധിക്കും, റിമെമ്പർ ചെയ്യാൻ സാധിക്കും. അത് ആളുകൾ പെട്ടെന്ന് റീകോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹൈലി ഇഫക്റ്റീവാണ്. ദെൻ തേർഡ് വൺ, ക്വാളിറ്റേറ്റീവ് റിസർച്ച്. Under this method, focus group and depth interview retrieve information from the consumers. This group will discuss the positive and negative aspects of ad copy. The group considers the advantages of alternatives and suggest ഇംപ്രൂവ്മെൻറ്റ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ്, ഒരു ഫോക്കസ് ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തുകൊണ്ട് അവിടെ ഒരു ഡെപ്ത് ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ട് ആ കൺസ്യൂമേഴ്സ് ഈ ഒരു ആഡ് കോപ്പിയുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സൊക്കെ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു. അതേപോലെ തന്നെ അഡ്വാൻറ്റേജസ്, ആൾട്ടർനേറ്റീവ്, ഇതിനൊരു ആഡ് കോപ്പിക്ക് ഒരു ആൾട്ടർനേറ്റീവ് വന്നാൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തായിരിക്കും, ഇതിനൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പ് വൈസ് ഒരു റിസർച്ച് നടത്തുന്നതിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ, തിയേറ്റർ പെർസുവേഷൻ ടെസ്റ്റ്. In this method, a group of consumers is invited to a theater. ഒരു തിയേറ്റർ, ഒരു ചെറിയ സൈസിലുള്ളൊരു തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു, ഇൻവൈറ്റ് ചെയ്യുന്നു. ഒരു സ്മോൾ സൈസ്, ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ്, 250 to 500 പാർട്ടിസിപ്പൻസ് വരുന്ന ഒരു സ്മോൾ സൈസ്, സാമ്പിൾ സൈസിന് എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. വൺസ് ദ റെസ്പോണ്ടൻറ്റ് എൻ്റർ ദ തിയേറ്റർ, ദേ ആർ ടോൾഡ് ദാറ്റ് എ ഡ്രൂ വിൽ ബി ഹെൽഡ് ഫോർ ഗിഫ്റ്റ്. They are asked to complete a product preference list, asking them what product they would prefer if they win. Then അവരോട് പറയുന്നു, അവിടെ ഒരു മത്സരം നടക്കുകയാണ്. ആ മത്സരത്തിൽ അങ്ങനെ ഒരു മത്സരം നടക്കുകയാണെന്ന് പറയുന്നു. ദെൻ അങ്ങനെ അവരോട് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് ഒരു പ്രോഡക്റ്റ് പ്രിഫറൻസ്, ഒരു ലിസ്റ്റ് കൊടുക്കുന്നു. അതിൽ അവരുടെ പ്രോഡക്റ്റിൻ്റെ പ്രിഫറൻസ് എഴുതാൻ പറയുന്നു. ദെൻ അവരേത് പ്രോഡക്റ്റാണ് പ്രിഫർ ചെയ്യുന്നത്, അവർ വിൻ ചെയ്യുകയാണെങ്കിൽ ഏത് പ്രോഡക്റ്റാണ് അവർ പ്രിഫർ ചെയ്യുന്നതെന്ന് അങ്ങനെ അവർക്ക് ആ ഒരു മത്സരത്തിൽ അവർ വിൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഏത് പ്രോഡക്റ്റ് എടുക്കാനാണ് താല്പര്യം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ദെൻ അതേപോലെ തന്നെ ഓൾ ഡെമോഗ്രാഫിക് ഡാറ്റ ഇൻ ദി ഫോംസ് ആർ ഫിൽഡ്. അതിൽ അവരുടെ എല്ലാ ഡെമോഗ്രാഫിക്കലായിട്ട് ഡീറ്റെയിൽസ്, അതായത് അവരുടെ ഏജ്, സെക്സ്, ഇൻകം, അങ്ങനെയുള്ള എല്ലാ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസും അതിൽ കാണിക്കണം. പാർട്ടിസിപ്പൻസ് ആർ അലൗഡ് ടു സിറ്റ് ഇൻ ദ തിയേറ്റർ ബേസ്ഡ് ഓൺ സെക്സ് ആൻഡ് ഏജ്. ആ ഒരു ബേസിലാണ് അവരവിടെ ഇരുത്തുന്നത്. ദേ വ്യൂ ദി കൊമേഴ്സ്യൽ അഡ്വർടൈസ്മെൻറ്റ്. അവർ ആ ഒരു കൊമേഴ്സ്യൽ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ അവിടെ കാണുന്നു. ദെയർ ആഫ്റ്റർ ദേ ആർ ആസ്ക്ഡ് ടു കംപ്ലീറ്റ് എ സെക്കൻഡ് ഫോം ഫോർ ദി ഡ്രോ. ആ ഒരു മത്സരത്തിന് വേണ്ടി അവരുടെ സെക്കൻഡ് ഫോം ഫില്ല് ചെയ്യാൻ പറയുന്നു. സോ ദാറ്റ് ചേഞ്ച് ഇൻ പ്രോഡക്റ്റ് പ്രിഫറൻസ് ക്യാൻ ബി നോട്ടഡ്. അവർക്ക് ആ ഫസ്റ്റ് ഇതിൽ അവർ ഫില്ല് ചെയ്തും സെക്കൻഡിൽ ഫില്ല് ചെയ്തും തമ്മിലുള്ള ഒരു ചേഞ്ച് എന്ത് ചെയ്യാൻ സാധിക്കും, നോട്ട് ചെയ്യാൻ സാധിക്കും. ഇൻ അഡീഷൻ ടു പ്രോഡക്റ്റ് പ്രിഫറൻസ്, ദ ഫോം കണ്ടെയ്ൻസ് ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് റിയാക്ഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ടു ദി കൊമേഴ്സ്യൽ. ആ ഒരു പ്രിഫറൻസ് കൂടാതെ തന്നെ അവർ ആ ഒരു കൊമേഴ്സ്യൽ അഡ്വർടൈസ്മെൻറ്റിനുള്ള അവരുടെ റിയാക്ഷൻ എന്താണ്, അതിനുള്ള ഇൻട്രസ്റ്റ് എന്താണെന്നൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അസസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒന്നുമില്ലൊരു തിയേറ്റർ എൻവയോൺമെൻറ്റിൽ ഇരുന്നു കൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റിനുള്ള റിയാക്ഷൻ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. ആൻഡ് ദ ഫിഫ്ത്ത് വൺ, മെക്കാനിക്കൽ ടെസ്റ്റ്. Selected consumers are exposed to an advertisement and their eye movement, blood pressure,
galvanic skin response, pupil dilation response, etc. are observed using mechanical devices like textoscope, galvanometer, moving camera, etc. It is useful in determining attention catching ability of an ad copy. അതായത് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഒരു സെലക്ട് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ കാണിക്കുകയും അവരുടെ ഐ മൂവ്മെൻറ്റ്, ബ്ലഡ് പ്രഷർ, ദെൻ സ്കിൻ റെസ്പോൺസ്, അതൊക്കെ എന്ത് ചെയ്യുന്നു, ഡയലേഷൻ റെസ്പോൺസ്, അതൊക്കെ എന്ത് ചെയ്യുന്നു, നിരീക്ഷിച്ചുകൊണ്ട് അതായത് അതിനുള്ള ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട് അത് മെഷർ ചെയ്തുകൊണ്ട് അവരുടെ ഒരു അറ്റൻഷൻ ക്യാച്ചിങ് എത്രത്തോളം ഉണ്ടെന്ന് എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. അപ്പോൾ ഇത് അഡ്വർടൈസ്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പുള്ള ടെസ്റ്റാണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ടെസ്റ്റാണ്. The tests are conducted after the ad is published, after the money is being spent. ഒരു പർട്ടിക്കുലർ അഡ്വർടൈസ്മെൻറ്റിൽ മണി സ്പെൻഡ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ആളുകളിലേക്ക് അഡ്വർടൈസ്മെൻറ്റ് എത്തിയതിന് ശേഷം നടത്തുന്ന ടെസ്റ്റിനാണ് നമ്മൾ പോസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദീസ് ടെസ്റ്റ് ആർ മീൻഡ് ടു മെഷർ അഡ്വർടൈസിങ് ഇഫക്റ്റീവ്നെസ്. അതിൽ പ്രധാനമായിട്ട് 6 ടെസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് വൺ റെക്കഗ്നീഷൻ ടെസ്റ്റ്. The target consumers are asked to recognize the ads in magazine as having seen earlier. This helps to compare the effectiveness of companies' ad as against those of competitors. അതായത് മുമ്പ് ഏതെങ്കിലും ഒരു മാഗസിനിൽ കണ്ടിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ റെക്കഗ്നൈസ് ചെയ്ത് ഓർത്ത് പറയാൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കോമ്പറ്റീറ്റഡ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഇഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടേതും എന്ത് ചെയ്യാൻ സാധിക്കും, ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ റിയൽ ടെസ്റ്റ്. This is also called recall test. It is based on memory. Under this method, the communication effectiveness is measured through a survey. The survey is made on those who have seen the advertisement. Copies of advertisement may be circulated among them. Opinions of both survey and copy are collected. The medium accepted by the larger group is adopted. ഇവിടെ ഒരു റിയൽ ടെസ്റ്റാണ്, മെമ്മറി ടെസ്റ്റ് നടത്തുന്നത് പോലെയാണ്. ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഇഫക്റ്റീവ്നെസ് സർവേ വെച്ചുകൊണ്ടും ടെസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു മുമ്പ് ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുള്ളവരുടെ ഇടയിലാണ് ഇതെന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. ദെൻ അതേപോലെ തന്നെ ഈ കാണാത്ത ഇടയിലും ഇതെന്ത് ചെയ്യുന്നു, സർക്കുലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ 2 രീതിയിലും എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഇഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആ ഇഫക്റ്റീവ്നെസ് എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. സർവേ കണ്ടക്ട് ചെയ്തുകൊണ്ടും ആളുകളുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്തിട്ട് അവരുടെ ഒപ്പീനിയൻ കളക്ട് ചെയ്തുകൊണ്ടും എന്ത് ചെയ്യുന്നു, evaluate ചെയ്യുന്നു. Then awareness test. This is widely adopted by enterprises which want to test the effectiveness of their ad programs for new products. ന്യൂ പ്രോഡക്റ്റിൻ്റെ ഇഫക്റ്റീവ്നെസ്, അഡ്വർടൈസ്മെൻറ്റ് ഇഫക്റ്റീവ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് അവെയർനെസ് ടെസ്റ്റ് നടത്തുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് സം കൺസ്യൂമേഴ്സ് ആർ സെലക്റ്റഡ് ആൻഡ് ആസ്ക്ഡ് സം ക്വസ്റ്റ്യൻസ് അബൌട്ട് ബ്രാൻഡ്, ട്രേഡ് മാർക്ക് ഓഫ് ദി പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ്സ് ആഡ്. ആ പ്രോഡക്റ്റിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അതിൻ്റെ ബ്രാൻഡിനെ കുറിച്ചും ട്രേഡ് മാർക്കിനെ കുറിച്ചും ആഡിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നു, സം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ഇഫ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻസ് ആർ ഇൻ ഫേവർ ഓഫ് ദി പ്രോഡക്റ്റ് ആഡ് ഈസ് അസ്യൂംഡ് ടു ബി ഇഫക്റ്റീവ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിക്ക് ഫേവറബിൾ ആണെങ്കിൽ നമ്മുടെ ആഡ് ഇഫക്റ്റീവ് ആണെന്ന് എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യും. Then next one, opinion research. Under this method, some consumers are selected and asked to express their opinion about ad programs of the product. If the consumer says that this program is quite effective and attractive, it is assumed to be effective. അല്ലേ, ഒപ്പീനിയൻ സർവേ നടത്തുന്നു, ആളുകളോട് ചോദിക്കുന്നു എങ്ങനെയുണ്ട് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ്, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. അവരുടെ ആ ഒരു അവർ പറയുകയാണ് വളരെ ഇഫക്റ്റീവാണ് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് അട്രാക്റ്റീവ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു. Then next one, association test. In this method, common sentence or slogans of the ad message is repeated before some selected consumers and they are asked to complete the sentence. If these consumers complete this sentence correctly, the ad is assumed to be effective. എന്താണ് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ സ്ലോഗൻ ഇൻകംപ്ലീറ്റ് ആയിട്ട് പറയുകയും ആളുകളോട്, കൺസ്യൂമേഴ്സിനോട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറയുകയും ചെയ്യുന്നു. അവർ കറക്റ്റായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അഡ്വർടൈസ്മെൻറ്റ് ഇഫക്റ്റീവ് ആണെന്ന് എന്ത് ചെയ്യുന്നു, അസ്യൂം
ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ്ലി ടെസ്റ്റ് മാർക്കറ്റിംഗ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് ആർ ടെസ്റ്റഡ് in test market before launching on a wider scale. This prototype testing allows real-time testing. This gives the advertiser useful information for judging the effectiveness of advertisement. ഇത് നമ്മൾ നേരത്തെ നടത്തിയതുപോലെ ടെസ്റ്റ് മാർക്കറ്റിംഗ് നടത്തുമ്പോൾ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റും എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഇഫക്റ്റീവ്നെസ് എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ രണ്ട് രീതിയിലാണ് അഡ്വർടൈസ്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പും അതിന് ശേഷവും രണ്ട് രീതിയിലാണ് നമ്മൾ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഇഫക്റ്റീവ്നെസ് എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ റൂറൽ ഏരിയയിലേക്ക് എത്തിക്കുമ്പോൾ ഏതൊക്കെ സ്ട്രാറ്റജിയാണ് എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. റൂറൽ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ പറഞ്ഞു, റൂറൽ ഏരിയയിലേക്കും ഈ അഡ്വർടൈസ്മെൻറ്റ് എത്തിക്കണമല്ലോ. ദെൻ അപ്പോൾ ആ ഒരു ഏതൊക്കെ ഫാക്ടർ നോക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ടറൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യേണ്ടത്. ഒരു കമ്മ്യൂണിക്കേഷൻ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം, ഏതായാലും മെസ്സേജിൻ്റെ കണ്ടൻറ്റ്, സ്ട്രക്ചർ, ഫോർമാറ്റൊക്കെ ഡിസൈൻ ചെയ്യണം. ഇനി എങ്ങനെയാണ് ആ ഒരു റൂറൽ ഏരിയയിലേക്ക് എത്തിക്കുന്നതെന്ന് ഡിസൈഡ് ചെയ്യണം. നമ്മുടെ മീഡിയം ഏതാണ്, ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതാണെന്ന് ഡിസൈഡ് ചെയ്യണം. ദെൻ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ്, ദെൻ അതിൻ്റെ മിക്സ് നമ്മൾ എലമെൻറ്റ്സ് ഓഫ് മിക്സ് പഠിച്ചിരുന്നു, ഏത് മിക്സൊക്കെ യൂസ് ചെയ്യണമെന്ന് നോക്കണം. ദെൻ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ്റെ ബജറ്റ് എത്രയാണെന്ന് നോക്കണം. ദെൻ ഇങ്ങനെയെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ റൂറൽ മാർക്കറ്റിങ്ങിലേക്ക് അല്ലെങ്കിൽ എവിടേക്കും എപ്പോഴും ഒരു പ്രൊമോഷണൽ സ്ട്രാറ്റജി റൂറൽ ഏരിയയിലേക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസൈൻ ചെയ്യേണ്ടത്. ഇനി ഏതൊക്കെ സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ഇൻ ദ റീജിയണൽ ലാംഗ്വേജ്. ഏത് റീജിയണിലേക്കാണോ അല്ലെങ്കിൽ ഏത് സ്പെസിഫിക് ഏരിയയിലേക്കാണോ നമ്മൾ മെസ്സേജ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ആയിരിക്കണം നമ്മളതിൽ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് വൺ, ഓൺലി ദ ഫങ്ഷണൽ ബെനിഫിറ്റ്സ് ഷുഡ് ബി അഡ്വർടൈസ്ഡ്. ദെൻ ആ ഒരു പ്രോഡക്റ്റ് കൊണ്ട് കിട്ടുന്ന അതിൻ്റെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫങ്ഷണൽ ബെനിഫിറ്റ് എന്താണ് നമുക്കതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്, അതാണ് അതിൽ എന്ത് ചെയ്യേണ്ടത്, അഡ്വർടൈസ് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഒന്നും കൊടുക്കാൻ പാടില്ല. Then instead of advertising dreams, the product should be demonstrated. This will raise the awareness of rural customers. ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജ് കൊടുക്കുന്നതിന് പകരം അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ യൂസിനെ കുറിച്ച് റൂറൽ കസ്റ്റമേഴ്സിന് അവെയർനെസ് ഉണ്ടാവും. നെക്സ്റ്റ് വൺ, ബോത്ത് ട്രഡീഷണൽ മീഡിയ ആൻഡ് കൺവെൻഷണൽ മീഡിയ മേ ബി യൂസ്ഡ്. ട്രഡീഷണൽ മീഡിയ ലൈക്ക് ഫോക്ക് തിയേറ്റർ, ഡെമോൺസ്ട്രേഷൻ, വാൾ പെയിൻറ്റിങ് എക്സെട്ര അങ്ങനെയുള്ള ട്രഡീഷണൽ മീഡിയ ഉപയോഗിക്കാം. അതേപോലെ കൺവെൻഷണൽ മീഡിയ, ദാറ്റ് മീൻസ് TV, റേഡിയോ, വേർഡ് ഓഫ് മൗത്ത്, അങ്ങനെ എല്ലാ മീഡിയയും എവിടെ ഉപയോഗിക്കാം, ഈ റൂറൽ ഏരിയയിൽ ഉപയോഗിക്കാം. ഇൻ ഷോർട്ട്, ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് മാസ് മീഡിയ. മാസ് മീഡിയ മീൻസ് എല്ലാവരിലേക്കും എത്താൻ സാധ്യതയുള്ള മീഡിയാസ് എന്ത് ചെയ്യുക, റൂറൽ ഏരിയയിൽ ഉപയോഗിക്കുക. Then next one, a road show is an economical and effective communication vehicle for launching a product in the rural market. റൂറൽ മാർക്കറ്റിൽ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ മീഡിയയാണ് റോഡ് ഷോ. അതായത് ഒരു വെഹിക്കിളിൽ നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ടുപോവുകയും അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയും അത് പരിചയപ്പെടുത്തുകയും ചെയ്യുക. ദെൻ നെക്സ്റ്റ്, മേളാസ് ആൻഡ് ഫെസ്റ്റിവൽസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഗിവിങ് പബ്ലിസിറ്റി ടു ദി പ്രോഡക്ട്സ്. മേളകളൊക്കെ സംഘടിപ്പിക്കുക റൂറൽ ഏരിയാസിൽ. ദെൻ സം സർവീസസ് ക്യാൻ ബി റെൻഡേഡ് ടു ദ പബ്ലിക് അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഈ പറയുന്ന റൂറൽ ഏരിയയിലെ കസ്റ്റമേഴ്സിന് സം സർവീസസ് ഒക്കെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക, ഡെലിവർ ചെയ്യുക. Then several other methods can be used for the rural promotion. Some of them are point of sales display at retail counters, sponsorship of local events, mobile vans and games ഫീച്ചറിങ് പ്രോഡക്ട്സ് എക്സെട്ര. അതായത് വേറെ പലതരത്തിലുള്ള മെത്തേഡ്സുകളും ഉപയോഗിക്കാം. അതിന് എക്സാമ്പിളാണ് പറഞ്ഞത്, പോയിൻ്റ് ഓഫ് സെയിൽസ് ഡിസ്പ്ലേ അറ്റ് റീറ്റെയിൽ കൗണ്ടർ. റീറ്റെയിൽ കൗണ്ടറിൽ എന്ത് നടത്തുക, പ്രോഡക്റ്റിൻ്റെ ഡിസ്പ്ലേ നടത്തുക. സ്പോൺസർഷിപ്പ് ഓഫ് ലോക്കൽ ഈവൻറ്റ്, ഏതെങ്കിലും ഒരു റൂറൽ ഏരിയയിൽ ഈവൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, സ്പോൺസർ ചെയ്യുക. മൊബൈൽ വാൻസ് ഒക്കെ എന്ത് ചെയ്യുക,
അല്ലെങ്കിൽ ഗെയിംസ്, ഈ പ്രോഡക്റ്റിൻ്റെ ഫീച്ചർ കാണിക്കാൻ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി മൊബൈൽ വാൺസും ഗെയിംസ് ഒക്കെ എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്യുക. അതേപോലെ തന്നെ പേഴ്സണൽ സെല്ലിംഗ് ഓൾസോ വിൽ വർക്ക് ബെറ്റർ ഇൻ ദ റൂറൽ മാർക്കറ്റിംഗ്. റൂറൽ മാർക്കറ്റിൽ നമുക്ക് ബെറ്റർ ആയിട്ട് അഡോപ്റ്റ് ചെയ്യാവുന്ന ഒന്നാണ് പേഴ്സണൽ സെല്ലിംഗ്. അപ്പോൾ ദീസ് ആർ ദി സ്ട്രാറ്റജീസ് that must be adopted by the advertiser in the rural marketing communication. Okay, thank you.